ജെയിംസ് ക്യാമറോണിന്റെ സംവിധാനത്തിൽ 2009 പുറത്തിറങ്ങിയ അവതാർ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നാവികൾ താമസിച്ചുകൊണ്ടിരുന്ന വലിയ മരം പട്ടാളക്കാർ മിസൈലിട്ട് തകർക്കുന്നതും ആ അപകടത്തിൽ നതേരിയുടെ അച്ഛൻ മരിക്കുന്നതും വരെയാണ്. ജെയ്ക്ക് നതേരിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അവൾ അവനെ ദൂരേക്ക് മാറ്റി നിർത്തുന്നു. ഇതോടെ പട്ടാളക്കാർ ജെയ്ക്കിന്റെ അവതാർ ഓഫാക്കുകയും എല്ലാം നഷ്ടപ്പെട്ടവനായി ആരോരുമില്ലാത്ത ഒരിടത്ത് അവൻ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. You always have to wake up. അങ്ങനെ നാവികളെല്ലാം തങ്ങളുടെ വീട് നഷ്ടപ്പെട്ട വിഷമത്തിൽ മറ്റൊരിടത്തേക്ക് പലായനം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേസിനെയും അവർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പട്ടാളക്കാർ പൂട്ടിയിട്ടിരിക്കുന്ന ജെയ്ക്കിനെയും കൂട്ടരെയുമാണ്. ഇതിനിടെ അവരുടെ പൈലറ്റ് അവിടേക്ക് വരികയും അവിടെ നിന്ന പട്ടാളക്കാരന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവനെ പേടിപ്പിച്ച് അടിച്ച് താഴെ ഇടുകയും ചെയ്യുന്നു. ശേഷം ശാസ്ത്രജ്ഞരിൽ ഒരുവൻ അവിടേക്ക് വരികയും അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുവിധം അവരെല്ലാവരും അവിടെ നിന്ന് പുറത്തു കടക്കുകയും പട്ടാളക്കാരും അറിയാതെ തങ്ങളുടെ ഹെലികോപ്റ്ററിൽ കയറി അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഉടൻ തന്നെ പട്ടാളക്കാർക്ക് അറിയിപ്പ് കിട്ടുകയും അറിയിപ്പില്ലാതെ ഒരു വാഹനം സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് കേണലിനോട് പറയുകയും ചെയ്യുന്നു. ഇത് കാണുന്ന കേണൽ ദേഷ്യത്തോടെ തോക്കെടുത്ത് പുറത്തേക്ക് ചെല്ലുന്നു. ഈ സമയം ജെയ്ക്കും കൂട്ടരി കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേണൽ അവരുടെ നേർക്ക് ചറപറ വെടിവെക്കാൻ തുടങ്ങുകയും ഇതോടെ ഒരുവിധം കയറിപ്പറ്റി അവർ ഹെലികോപ്റ്റർ പൊക്കുകയും ചെയ്യുന്നു. കേണൽ തുരുതുരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവിടെ നിന്ന് പറന്നു പോകുന്നു. അതുവരെ ശ്വാസം അടക്കി പിടിച്ചു നിന്ന കേണലിന് അപ്പോഴാണ് മാസ്ക് കിട്ടുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട സന്തോഷത്തിൽ അവർ ആഹ്ലാദിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഗ്രേസിന് വെടിയേറ്റിട്ടുണ്ട്. ഇത് കാണുന്ന മറ്റുള്ളവർ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ തങ്ങളുടെ മെഷീൻ ഇരിക്കുന്ന സ്ഥലത്ത് വരികയും അത് ഹെലികോപ്റ്ററിൽ തൂക്കിയെടുത്തുകൊണ്ട് പട്ടാളക്കാർക്ക് അറിയാത്ത സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതിനുള്ളിൽ ഗ്രേസിന് മരുന്ന് കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. ഈ സമയം വീട് നഷ്ടപ്പെട്ട നാവികളെല്ലാം ആത്മാക്കളുടെ മരമായ ഐവയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അവർക്ക് ആകെ പോകാനുള്ള ഒരു സ്ഥലം അതാണ്. ഈ സമയം മെഷീൻ ഐവ ഉള്ളതിന്റെ കുറച്ചകലെയായി ഒരിടത്ത് അവർ ഇറക്കുന്നു. ശേഷം ജെയ്ക്ക് മെഷീനിൽ കയറാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ നിന്നിലുള്ള വിശ്വാസമെല്ലാം നാവികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും നീ അങ്ങോട്ട് ചെന്നാൽ അവരവിടേക്ക് അടുപ്പിക്കില്ലെന്നും കൂടെയുള്ളവൻ പറയുമ്പോൾ എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കയറുകയും മെഷീൻ ഓണാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആരോരുമില്ലാത്ത ഇടത്തുനിന്ന് ജെയ്ക്ക് വീണ്ടും എഴുന്നേറ്റിരിക്കുകയാണ്. എല്ലാം തകർന്നു കിടക്കുന്ന ആ സ്ഥലം അവൻ ഒന്നുകൂടി കാണുകയും ഇനി വെറുതെ നാവികളുടെ ഇടയിലേക്ക് ചെന്നാൽ അവരവനെ ആട്ടി ഓടിക്കുമെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇനി അവരുടെ മുന്നിലേക്ക് ചെല്ലണമെങ്കിൽ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് അവന് മനസ്സിലാവുകയും ഇതിനിടെ ദൂരെ നിന്ന് അവന്റെ ഇക്രാൻ പറന്നു വരികയും ചെയ്യുന്നു. ഇതോടെ അവൻ അതിന്റെ അടുത്തേക്ക് ചെന്ന് നമുക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയുകയും ഇക്രാനെയും എടുത്ത് അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യുന്നു. അവൻ നേരെ പോകുന്നത് തൊറൂക്കിനെ തേടിയാണ്. തൊറൂക്ക് ആകാശത്തിലെ ഏറ്റവും അപകടകാരിയായതിനാൽ അത് താഴേക്ക് മാത്രമേ നോക്കൂ, മുകളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ച് അവൻ അതിന്റെ മുകളിലൂടെ പറന്നു ചെല്ലുകയും മുടിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കൃത്യമായി അതിന്റെ മുകളിലേക്ക് ചാടുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നാവികളെയാണ്. അവരെല്ലാവരും ഐവയുടെ മുന്നിലിരുന്ന് വളരെ വിഷമത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഒരു തൊറൂക്ക് അവരുടെ നേർക്ക് വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും എല്ലാവരും പേടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ നോക്കുമ്പോൾ തൊറൂക്കിന്റെ മുകളിൽ ഒരു നാവിയുമുണ്ട്. അത് നേരെ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവരുടെ മുന്നിൽ വന്ന് ഇറങ്ങുകയും അതിന്റെ മുകളിൽ നിന്ന് ജെയ്ക്ക് ചാടി ഇറങ്ങുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവൻ അവരുടെ ഇടയിലേക്ക് നടന്നു ചെല്ലുകയും എല്ലാവരും അവനെ ബഹുമാനിച്ചുകൊണ്ട് ആദരവ് കാണിക്കുകയും ചെയ്യുന്നു. അവൻ വളരെ സ്റ്റൈലിഷായി നദേരിയുടെ നേർക്ക് നടന്നു ചെല്ലുന്നു. ഇതുവരെ എന്റെ ആൾക്കാരെ ആര് സംരക്ഷിക്കുമെന്ന് ഓർത്ത് എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കതില്ലെന്ന് അവൾ ജെയ്ക്കിനോട് പറയുന്നു. ശേഷം അവൻ നേരെ സ്യൂട്ടോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നീയാണ് ഇപ്പോ ഇവിടുത്തെ നേതാവെന്ന് എനിക്കറിയാം. നിന്നെ സേവിക്കുന്നതിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. മനുഷ്യർ നമ്മോട് യുദ്ധത്തിന് വരികയാണ്. നിന്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് അവരോട് ജയിക്കാനാകുമെന്ന് അവൻ പറയുന്നു. ഞാൻ നിന്റെ ഒപ്പമുണ്ടെന്ന് സൂട്ടോ ജെയ്ക്കിനോട് പറയുകയും എന്റെ കൂട്ടുകാരി ഗ്രേസ് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവൾക്ക് ഐവയുടെ സഹായം വേണമെന്നും ജെയ്ക്ക് പറയുന്നു. അങ്ങനെ അന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഐവയുടെ മുന്നിൽ ഇരിക്കുകയാണ്. അവർ ഗ്രേസിന്റെ യഥാർത്ഥ ബോഡിയും അവതാറും കൊണ്ടുവന്ന് ഐവയുടെ മുന്നിൽ വെക്കുന്നു. ശേഷം ഗ്രേസിന്റെ മനുഷ്യ ശരീരത്തിലുള്ള ജീവൻ പൂർണ്ണമായി അവളുടെ അവതാറിലേക്ക് കയറ്റാൻ അവർ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ കൂട്ട പ്രാർത്ഥന തുടങ്ങുന്നു. ശക്തമായ പ്രാർത്ഥനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐവയിൽ മുഴുവൻ വല്ലാത്ത മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ നേരം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഗ്രേസിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി അവർക്ക് മനസ്സിലാവുകയും ജെയ്ക്ക് ചെന്ന് എന്തു പറ്റിയതാണെന്നൊക്കെ അവളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവൾ മരണപ്പെടുകയും ചെയ്യും. ഇതോടെ ഐവയിലെ പ്രകാശം പൂർണ്ണമായും അണയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ജെയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ലെന്നും അവൾക്ക് വളരെ കൂടുതൽ മുറിവുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു. ഇതോടെ ഗ്രേസ് പൂർണ്ണമായി മരിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ജെയ്ക്ക് എഴുന്നേറ്റുകൊണ്ട് സൂട്ടോയുടെ അടുത്ത് ചെല്ലുകയും നിന്റെ അനുവാദത്തോടെ ഞാനിവരോട്
സംസാരിക്കാൻ പോവുകയാണെന്നും അത് നീ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നും ജെയ്ക്ക് പറയുന്നു. അങ്ങനെ ജെയ്ക്ക് അവരോട് സംസാരിക്കുന്നു. ഭൂമിയിലെ മനുഷ്യർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവരെ തടയാൻ കഴിയില്ലെന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പമുള്ള എല്ലാ ഗോത്രങ്ങളെയും നമ്മൾ വിളിച്ചു കൂട്ടണം. തൊറൂക്കിനെ കീഴടക്കിയ തൊറൂക്ക് മക്തയോടൊപ്പം നമ്മൾ എല്ലാവരും യുദ്ധം ചെയ്യാൻ പോവുകയാണ്. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. നമ്മുടെ ശക്തി എന്താണെന്ന് നമ്മൾ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ മണ്ണാണ്. ഇവിടെ കയറി കളിക്കാൻ ഒരുത്തനെയും നമ്മൾ അനുവദിക്കില്ലെന്ന് ജെയ്ക്ക് പറയുകയും എല്ലാവർക്കും വളരെയേറെ ആവേശമാവുകയും ചെയ്യുന്നു. അങ്ങനെ ജെയ്ക്ക് നതേരിയെയും കൊണ്ട് നേരെ തൊറൂക്കിന് മുകളിൽ കയറുകയും അവിടെയുള്ളവരെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പറന്നു പൊങ്ങുകയും ചെയ്യുന്നു. അവരോടൊപ്പം എല്ലാവരും തങ്ങളുടെ ഇക്രാനെയും എടുത്ത് പറന്നു ചെല്ലുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് നേരെ പാണ്ടോറ ഗ്രഹത്തിലുള്ള എല്ലാ ഗോത്രത്തിലും പെട്ട നാവികളെ കാണുകയും അവരെല്ലാം തങ്ങളോടൊപ്പം പോരാടാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും അവരുടെ ആളെണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വലിയൊരു ടീമായി മാറുന്നു. ഇതെല്ലാം അറിയുന്ന കേണൽ കൂടെയുള്ള പട്ടാളക്കാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 100 കണക്കിന് മാത്രമായിരുന്നു അവരുടെ എണ്ണം. എന്നാൽ ഒരു ദിവസം കൊണ്ട് അത് 1000 കടന്നിരിക്കുകയാണ്. ഇപ്പോഴും അത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ 20,000 കടക്കും. അങ്ങനെ വന്നാൽ അത് നമുക്ക് പണിയാണ്. അതിനു മുമ്പ് നമ്മൾ അവരെ അങ്ങോട്ട് ആക്രമിക്കണം. ഇവിടെയുള്ള ഐവ എന്ന ഒരു മരം അവരെ സംരക്ഷിക്കുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. ആദ്യമേ അതങ്ങ് തകർത്താൽ അവരുടെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെടും. പിന്നെ നമുക്ക് ആക്രമിക്കാൻ എളുപ്പമായിരിക്കുമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അവർ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐവ തകർക്കാനുള്ള എക്സ്പ്ലോസീവ്സ് എല്ലാം അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം അവിടെയുള്ള തങ്ങളുടെ ചാരൻ വഴി ജെയ്ക്കും കൂട്ടരും അറിയുന്നു. അന്ന് രാത്രി ജെയ്ക്ക് നേരെ ഐവയുടെ അടുത്തേക്ക് ചെല്ലുകയും അതിനോട് ബന്ധം സ്ഥാപിച്ച് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. നാളെ ഞാൻ വലിയൊരു യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. നാവികളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം. ഇതിൽ ജയിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നാൽ ഈ പാണ്ഡോറയുടെ നിലനിൽപ്പിന് വേണ്ടി നീ എന്റെ കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് വിജയിക്കാൻ കഴിയില്ല. ഇതിനിടെ നതേരി അവിടേക്ക് വരികയും ഐവ ഒരിക്കലും ആരുടെയും പക്ഷം ചേരില്ലെന്നും ഇതും പ്രതീക്ഷിച്ച് നിൽക്കേണ്ടെന്നും അവൾ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ മനുഷ്യരെല്ലാം പുറപ്പെട്ടിരിക്കുകയാണ്. ഐവ തകർക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. വളരെ ശക്തമായ സൈന്യമാണ് ഐവയുടെ നേർക്ക് ചെല്ലുന്നത്. അവരെല്ലാം കേണൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ തടുക്കാനായി നാവികളുടെ കൂട്ടവും തയ്യാറായിരിക്കുകയാണ്. അവരും യുദ്ധത്തിനായി പുറപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മനുഷ്യരുടെ ഒരു ടീം ഐവയിലേക്ക് പോകാനായി കരമാർഗം ഇറങ്ങുന്നു. അങ്ങനെ അവർ സർവ്വ ആയുധങ്ങളുമായി ഐവയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കേണൽ അടങ്ങുന്ന സേന വായുമാർഗം വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ ഐവയുടെ ഏരിയയിലേക്ക് എത്തുകയും ബോംബുകളെല്ലാം തയ്യാറാക്കാൻ കേണൽ പറയുകയും ചെയ്യുന്നു. ഇതോടെ ഐവ തകർക്കാനുള്ള എക്സ്പ്ലോസീവ്സ് എല്ലാം അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ പരിധിയിലേക്ക് എത്തുന്നതോടെ അവിടെ കാത്തിരുന്ന നാവികളെല്ലാം തയ്യാറാകുന്നു. കാലാൾപ്പട വന്നുകൊണ്ടിരിക്കുന്നതിനിടെ തങ്ങൾക്ക് നേരെ എന്തോ വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. കരസേനയിലെ നാവികൾ കൂട്ടത്തോടെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ ഒരു സൈന്യമാണ് അവിടേക്ക് വരുന്നത്. ഒപ്പം വായുസേനയിലുള്ളവരും ഹെലികോപ്റ്ററുകളെ ആക്രമിക്കാനായി കൂട്ടത്തോടെ അവിടേക്ക് വരുന്നു. തങ്ങളുടെ നേർക്ക് കരസേനയിലുള്ളവർ ശക്തമായി വരുന്നത് അവർ കാണുകയും അവരുടെ ക്യാപ്റ്റൻ ഫയർ ചെയ്യാൻ ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ അവർ നാവികൾക്ക് നേരെ തുരുതുരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടും കൊടുത്തും പരസ്പരം ആക്രമിച്ചുകൊണ്ട് അവർ വളരെ ശക്തമായി യുദ്ധം ചെയ്യുന്നു. മനുഷ്യരിലും നാവികളിലുമുള്ള പല ആൾക്കാരും യുദ്ധത്തിൽ മരണപ്പെടുന്നുണ്ട്. ഇതേസമയം തന്നെ വായുസേനയിലുള്ള ജെയ്ക്കും കൂട്ടരും ഹെലികോപ്റ്ററുകളുടെ നേർക്ക് ചെല്ലുകയും ശക്തമായ രീതിയിൽ പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നു. ഹെലികോപ്റ്ററുകളൊക്കെ വലിച്ചെറിഞ്ഞ് വളരെ മികച്ച പ്രകടനമാണ് ജെയ്ക്കും കൂട്ടരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ ഹെലികോപ്റ്ററുകളെല്ലാം അവരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ തുടങ്ങുന്നു. പല ഇക്രാനുകളെയും അവർ വെടിവെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ജെയ്ക്ക് തൊറൂക്കിനെയും മെഷീൻ ഗണ്ണും ഉപയോഗിച്ച് വളരെ ശക്തമായ ആക്രമണം നടത്തുന്നു. നതേരിയും അവരോടൊപ്പം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജെയ്ക്ക് ഹെലികോപ്റ്ററുകളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ജെയ്ക്കിനെ കേണലിന് മനസ്സിലാവുകയും അവനെ എങ്ങനെയെങ്കിലും വെടിവെച്ചിടാൻ അയാൾ ഓർഡർ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ജെയ്ക്കിന്റെ നേർക്ക് മിസൈൽ ഇട്ടുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും അവനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ജെയ്ക്കിന്റെ ഹെലികോപ്റ്റർ ഡ്രൈവർ അവിടേക്ക് വരികയും വെടിവെച്ച് അവരുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു. ഇതോടെ കേണൽ അവളുടെ നേർക്ക് തിരിക്കാനും എങ്ങനെയെങ്കിലും ആ ഹെലികോപ്റ്റർ വെടിവെച്ചിടാനും പറയുന്നു. ഇതോടെ അവർ അവൾക്ക് നേരെ നല്ല രീതിയിൽ ആക്രമണം നടത്തുകയും ഒരു മിസൈലിൽ നിന്ന് കൃത്യമായി അവൾക്ക് അടികൊള്ളുകയും ചെയ്യുന്നു. ഈ സമയം നതേരി ഇക്രാനുമായി ഒരു ഹെലികോപ്റ്റർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ താഴെ നിന്ന് ഒരു റോബോട്ട് ഇക്രാനെ വെടിവെക്കുകയും വെടിയേറ്റ് നതേരി അതിന്റെ പുറത്തു നിന്ന് മറിഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ശേഷം അവൾ എഴുന്നേറ്റ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ തന്റെ ഇക്രാൻ വെടിയേറ്റ് മരണപ്പെട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് അവൾ ചുറ്റും ശ്രദ്ധിക്കുന്നത്. നാവികൾക്ക് മനുഷ്യരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എല്ലാ നാവികളും കൂട്ടത്തോടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ തങ്ങൾ തോൽവിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഈ സമയം സൂട്ടോ നേരെ വലിയ ഹെലികോപ്റ്ററിന്റെ ഉള്ളിലേക്ക് ചാടി വീഴുകയും കൈകൊണ്ട് അവരെല്ലാം ആക്രമിച്ച് അടിച്ച് താഴെ ഇടുകയും ചെയ്യുന്നു. ഇതിനിടെ ഒരുവൻ സൂട്ടോയ്ക്ക് നേരെ പറപറ വെടിവെക്കുകയും വെടിയേറ്റ് അവൻ നേരെ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ജെയ്ക്കിന്റെ ഡ്രൈവർ ഹെലികോപ്റ്ററിന് നിയന്ത്രണം കിട്ടാതെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവൾ സ്വന്തമായി പറയുകയും ഉടൻ ക്യാപ്റ്റന്റെ ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്ന മിസൈൽ അവളുടെ ഹെലികോപ്റ്റർ തകർത്ത് കളയുകയും ചെയ്യുന്നു.
ഈ സമയം ജെയ്ക്ക് വയർലെസ്സിലൂടെ തന്റെ കൂടെയുള്ള പലരോടും സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആരിൽ നിന്നും തിരിച്ച് യാതൊരു പ്രതികരണവും ഉണ്ടാവുന്നില്ല. ഇതോടെ അവരെല്ലാം മരിച്ചിരിക്കുന്നുവെന്ന് അവന് മനസ്സിലാവുന്നു. ഈ സമയം ഹെലികോപ്റ്ററുകളെല്ലാം ഐവയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഐവയിലേക്ക് ഇടാനുള്ള എക്സ്പ്ലോസീവ്സ് എല്ലാം അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം നതേരിയുടെ അടുത്തേക്ക് ശത്രുക്കൾ എത്തിയിരിക്കുകയാണ്. അവൾ ഒറ്റയ്ക്ക് അവരുടെ മുന്നിൽ പെട്ടു നിൽക്കുകയാണ്. അവൾ ജെയ്ക്കിനോട് വയർലെസ്സിലൂടെ സംസാരിക്കാൻ ശ്രമിക്കുകയും എന്റെ അവസാനം അടുത്തിരിക്കുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. നീ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അനങ്ങരുതെന്നും ഒരു കാരണവശാലും അവരെ തിരിച്ച് ആക്രമിക്കരുതെന്നും ജെയ്ക്ക് പറയുന്നു. ഇതോടെ നതേരിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയാണ്. അവിടെയുള്ളവരെല്ലാം നതേരിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവരുടെ സ്ക്രീനിൽ എന്തോ കൂട്ടമായി അടുത്തേക്ക് വരുന്നതായി കാണിക്കുകയും എന്താണെന്ന് മനസ്സിലാവാതെ അവരെല്ലാം നിൽക്കുകയും ചെയ്യുന്നു. നതേരി നോക്കുമ്പോൾ അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ഉടൻ കാട്ടിലെ ജീവികളെല്ലാം വളരെ വേഗത്തോടെയും ദേഷ്യത്തോടെയും അവരുടെ നേർക്ക് വരുന്നു. അത് നേരെ ചെന്ന് എല്ലാവരെയും ഇടിച്ചു മറിക്കുകയും റോബോട്ടുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്നു. അവയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പട്ടാളക്കാരെല്ലാം പിന്തിരിഞ്ഞോടുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി എല്ലാവരെയും ആ ജീവികൾ തകർത്തുകൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന നതേരി വയർലെസ്സിലൂടെ ജെയ്ക്കിനോട് അയ്യോ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണെന്ന് വളരെ സന്തോഷത്തോടെ പറയുന്നു. ജെയ്ക്ക് നോക്കുമ്പോൾ ആ കാട്ടിലെ പറക്കുന്ന ജീവികളെല്ലാം കൂട്ടത്തോടെ ഹെലികോപ്റ്ററുകൾക്ക് നേരെ വരുന്നു. അവയെല്ലാം നേരെ വന്ന് എല്ലാ ഹെലികോപ്റ്ററുകളും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ നതേരിക്ക് വളരെ സന്തോഷമാവുകയും ജെയ്ക്ക് ആവേശത്തോടെ അവയോടൊപ്പം യുദ്ധം ചെയ്യാൻ പോവുകയും ചെയ്യുന്നു. ഇതോടെ മനുഷ്യർക്ക് അവയുടെ ഒന്നും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു. ചെറുതും വലുതുമായ എല്ലാ ജീവികളും അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വലിയ ഒരു ജീവി നതേരിയുടെ നേർക്ക് വരികയും അവൾക്ക് പുറത്തു കയറാൻ പാകത്തിന് നിന്നു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കൊണ്ട് വലിയ വിമാനങ്ങൾ ഹൈവേയുടെ തൊട്ടരികിൽ എത്തിയിരിക്കുകയാണ്. ബോംബിടാൻ പോവുകയാണെന്ന് അവർ കേണലിന് അറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ജെയ്ക്ക് മുകളിലൂടെ വരികയും ആദ്യത്തെ വലിയ വിമാനത്തിന്റെ മുകളിലേക്ക് ചാടി അതിലുള്ള ഗൺമാൻമാരെ എല്ലാം വെടിവെച്ച് പുകയ്ക്കുന്നു. അപ്പോഴേക്കും അവർ ബോംബ് തള്ളിയിടാൻ പോവുകയും ജെയ്ക്ക് ഓടിച്ചെന്ന് തന്റെ കയ്യിലെ ഗ്രനേഡ് ആ വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് എറിയുകയും തൊറൂക്കിൽ കയറി അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യുന്നു. ഇതോടെ ആ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും ബോംബ് ഹൈവേയിൽ വീഴാതെ ഉള്ളിലേക്ക് വരുന്നതോടെ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ താഴേക്ക് വീണ് അത് പൂർണ്ണമായി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇതോടെ കേണലിന്റെ വിമാനം മാത്രം അവശേഷിച്ചിരിക്കുകയാണ്. ഉടൻ ജെയ്ക്ക് നേരെ അതിന്റെ മുകളിലേക്ക് ചാടുകയും അതിന്റെ എഞ്ചിനിൽ ഗ്രനേഡ് എറിയാൻ പോവുകയും ചെയ്യുന്നു. ഇത് കാണുന്ന കേണൽ വിമാനം പെട്ടെന്ന് ചരിക്കുകയും ഇതോടെ ഉദ്ദേശിച്ച സ്ഥലത്ത് വീഴാതെ ഗ്രനേഡ് തെറിച്ചു പോവുകയും ചെയ്യുന്നു. താഴേക്ക് വീഴുന്ന ജെയ്ക്ക് വിമാനത്തിന്റെ മിസൈലിൽ തൂങ്ങിക്കിടക്കുകയും ബോംബ് പൊട്ടുന്നതോടെ ഉള്ളിലേക്ക് വായു കയറുകയും ചെയ്യുന്നു. ഉടൻ ജെയ്ക്ക് അതിന്റെ മിസൈൽ വലിച്ചിളക്കി എടുക്കുകയും ശേഷം അതെടുത്ത് വിമാനത്തിന്റെ ലീഫിലേക്ക് എറിയുകയും ചെയ്യുന്നു. ഇതോടെ വലിയ പൊട്ടിത്തെറി ഉണ്ടായി അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയാണ്. താഴേക്ക് പോകുന്ന ജെയ്ക്ക് അവിടെയുള്ള ചെടികളിലെല്ലാം പിടിച്ച് ഒരു പ്രശ്നവും കൂടാതെ താഴെ എത്തുന്നു. ഹെലികോപ്റ്റർ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്ന ക്യാപ്റ്റൻ അതിനുള്ളിലുണ്ടായിരുന്ന റോബോട്ടിൽ കയറുകയും അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗണ്ണും എടുത്ത് വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടുകയും ചെയ്യുന്നു. ഇതോടെ അത് പൂർണ്ണമായി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. എന്നാൽ കേണൽ യാതൊരു പ്രശ്നവും കൂടാതെ താഴെ എത്തുന്നു. ഇതോടെ യുദ്ധത്തിന് വന്ന മനുഷ്യരെല്ലാം മരണപ്പെട്ട് കേണൽ മാത്രം അവശേഷിച്ചിരിക്കുകയാണ്. അയാൾ അവിടെ നിന്ന് നേരെ മുന്നോട്ട് നടക്കുകയും പോയി ഒടുവിൽ ജെയ്ക്കിന്റെ മെഷീനുള്ള ക്യാബിന്റെ അടുത്തെത്തുകയും ചെയ്യുന്നു. പെട്ടെന്ന് നതേരി ജീവിയുടെ പുറത്തിരുന്ന് അവിടേക്ക് വരികയും അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതോടെ അവർ തമ്മിൽ ഒരു പൊരിഞ്ഞ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജീവി അയാളുടെ തോക്ക് തകർത്ത് കളയുകയും ശേഷം ആ റോബോട്ടുമായി നേരിട്ട് മുട്ടുകയും ചെയ്യുന്നു. ഇതിനിടെ കേണൽ റോബോട്ടിന്റെ കയ്യിൽ നിന്ന് കത്തിയെടുക്കുകയും ചാടി വരുന്ന ജീവിയുടെ പള്ളയ്ക്ക് കുത്തി കയറ്റുകയും ചെയ്യുന്നു. അങ്ങനെ കുത്തിമറിച്ച് അയാൾ അതിനെ താഴെ ഇടുകയും അവിടെ വെച്ച് തന്നെ അതിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതോടെ അതിന്റെ ഇടയിൽപ്പെട്ട് അനങ്ങാൻ കഴിയാതെ നതേരി കിടക്കുകയാണ്. ഉടൻ അയാൾ അവളുടെ നേർക്ക് തിരിയുകയും പെട്ടെന്ന് ജെയ്ക്ക് അവിടേക്ക് വരികയും ചെയ്യുന്നു. ഇതോടെ അയാൾ ജെയ്ക്കിന് നേരെ തിരിയുകയും അവർ തമ്മിൽ ഒരു പൊരിഞ്ഞ ഫൈറ്റ് തുടങ്ങുകയും ചെയ്യുന്നു. അവർ തമ്മിൽ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുകയും ഇതിനിടെ അയാളുടെ കത്തി ജെയ്ക്ക് വലിച്ചു ദൂരെ എറിയുകയും ചെയ്യുന്നു. ശേഷം ജെയ്ക്ക് ചാടി റോബോട്ടിന്റെ വിൻഷീൽഡിൽ കുത്തുമെങ്കിലും അയാളുടെ ദേഹത്ത് കൊള്ളാതെ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. ഉടൻ കേണൽ അത് വലിച്ചിളക്കി കളയുകയും മുന്നിലെ ഷീൽഡ് മൊത്തത്തിൽ ഇളക്കി കളഞ്ഞ ശേഷം മാസ്ക് വെച്ചുകൊണ്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവുകയും ചെയ്യും. നീ അവരിലൊരാളാണെന്ന് കരുതി അവരോടൊപ്പം ഫൈറ്റ് ചെയ്യുന്നതിൽ യാതൊരു കാര്യവുമില്ല. നിന്റെ യഥാർത്ഥ ശരീരം ഇവിടെയാണ്. അതിനെ എഴുന്നേൽക്കാൻ സമയമായെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ക്യാബിന്റെ നേർക്ക് തിരിയുന്നു. അത് അടിച്ചു തകർത്തുകൊണ്ട് ജെയ്ക്കിനെ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതിന് സമ്മതിക്കാതെ ജെയ്ക്ക് അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തമ്മിൽ പിന്നെയും പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ക്യാബിന്റെ ഉള്ളിലേക്ക് പുറത്തെ വായു കയറി മയങ്ങിക്കിടക്കുന്ന ജെയ്ക്കിന് അസ്വസ്ഥത സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം കൊണ്ട് നതേരി കുടുങ്ങിയ സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു. ഉടൻ കേണൽ ജെയ്ക്കിനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുക്കുകയും അവന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നതോടെ കേണൽ കത്തിയെടുക്കുകയും ചെയ്യുന്നു. ഉടൻ നതേരി തന്റെ വില്ല് കുലച്ചു വിടുകയും അമ്പ് നേരെ
കേണലിന്റെ നെഞ്ചത്ത് തറയ്ക്കുകയും ചെയ്യുന്നു. ഉടൻ അവൾ രണ്ടാമത്തെ അമ്പും അയാളുടെ നെഞ്ചത്തേക്ക് കയറ്റുന്നു. ഇതോടെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും മറിഞ്ഞു വീണ് മരണപ്പെടുകയും ചെയ്യുന്നു. ഈ സമയം ക്യാബിനിലുള്ള ജെയ്ക്ക് പുറത്തെ വായു ശ്വസിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാതെ എങ്ങനെയെങ്കിലും മാസ്ക് എടുത്ത് ഇടാൻ ശ്രമിക്കുന്നു. ഒരുവിധം അത് വലിച്ചിളക്കി എടുക്കുമെങ്കിലും അവനെ കൊണ്ട് അത് ഇടാൻ കഴിയാതെ മറിഞ്ഞു വീഴുകയും വെപ്രാളം തുടങ്ങുകയും ചെയ്യുന്നു. പുറത്ത് നതേരി ജെയ്ക്കിന്റെ അവതാറിനെ എത്രയൊക്കെ വിളിച്ചിട്ടും അവൻ ഉണരുന്നില്ല. ഇതോടെ ക്യാബിനുള്ളിലെ കാര്യം അവൾക്ക് ഓർമ്മ വരികയും അവൾ നേരെ ഓടി ക്യാബിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ജെയ്ക്കിനെ താങ്ങിയെടുത്ത് വിളിക്കുകയും ചെയ്യുന്നു. അവന് അനക്കമില്ലാത്തതിനാൽ അവൾ മാസ്ക് എടുത്ത് മുഖത്ത് വെച്ച് കൊടുക്കുകയും അവൻ എങ്ങനെയെങ്കിലും അത് ഓണാക്കുന്നതോടെ ശ്വാസവും ജീവനും തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. ഇതോടെ നതേരിക്ക് വല്ലാത്ത സന്തോഷമാവുകയും അവർ അവിടെ വെച്ച് സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവരുടെ സഹായത്തോടെ ജെയ്ക്ക് പൂർണ്ണമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ബാക്കിയായ പട്ടാളക്കാരെയും ശാസ്ത്രജ്ഞരെയും എല്ലാം നാവികൾ ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്നു. അവരുടെ കൂട്ടത്തിൽ പീറ്ററും ഉണ്ട്. അവരെല്ലാവരും ഭൂമിയിലേക്ക് പോകുന്നതോടെ ജെയ്ക്ക് തന്റെ തൊറൂക്കിനെ സ്വതന്ത്രനാക്കി വിടുന്നു. അങ്ങനെ ജെയ്ക്ക് തന്റെ അവസാനത്തെ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്റെ അവസാനത്തെ വീഡിയോ ആണ്. എനിക്കിനി കാലില്ലാത്ത എന്റെ ഈ ശരീരം ആവശ്യമില്ല. ഞാൻ അവരിൽ ഒരാളാവാൻ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഐവയാണ്. അവിടെ അവർ കൂട്ടപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. ജെയ്ക്കിന്റെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ജീവൻ അവതാറിലേക്ക് കൊടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ കൂട്ടപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയും അവിടെ വെച്ച് ജെയ്ക്കിന്റെ മനുഷ്യ ശരീരം മരണപ്പെടുകയും ചെയ്യുന്നു. ജെയ്ക്കിന്റെ അവതാർ ഉണരുന്നതും കാത്ത് അവർ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇതോടെ സിനിമ അവസാനിക്കുന്നു. 2009 $237 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $2,923 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്. 2009 മുതൽ 2019 വരെ ലോകത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ടാണ് അവതാർ നിന്നത്. എന്നാൽ 2019 അവഞ്ചേഴ്സിന്റെ എൻഡ് ഗെയിം ഇറങ്ങിയതോടെ അവതാറിന്റെ ഈ റെക്കോർഡ് അവഞ്ചേഴ്സ് മറികടന്നു. കളക്ഷന് പുറമെ ധാരാളം റെക്കോർഡുകളും അവാർഡുകളുമെല്ലാം അവതാർ എന്ന ഈ സിനിമ വാരിക്കൂട്ടിയിട്ടുണ്ട്.